അങ്ങനെ ഒരു ബോധമില്ലാത്തത് നിനക്കാ. അതുകൊണ്ടാ നീ ഇങ്ങനെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നേ. പിന്നെ ഇയാളുടെ ഭാഗത്തുകൊണ്ട് തെറ്റ്. ഇയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഞാൻ ഈ വീടിനകത്ത് കൊടുത്തിട്ടുണ്ട്, അധികാരവും. എന്നാ അതൊന്നും ഇയാൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അങ്ങനെ പ്രയോജനപ്പെടുത്തിരുന്നെങ്കിലേ നീയൊന്നും ഒരു അക്ഷരം വേണ്ടില്ലായിരുന്നു. മതി കണ്ണേട്ടാ, പോവാം. എന്തിനാ പോകുന്നേ? പറയാനുള്ളത് പറയട്ടെ, അപ്പൊ അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാമല്ലോ. എനിക്കൊന്നും പറയാനില്ല. എന്റെ ഉണ്ണിയേട്ടന്റെ മുന്നിലേക്ക് ഇവള് വരരുത്. ഈ വീടിനകത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നെങ്കിൽ എല്ലാവർക്കും എല്ലാവരെയും കാണേണ്ടി വരും. അങ്ങനല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഉണ്ണിയും കൂടെ നിങ്ങളുടെ മുറിക്കകത്ത് കഥ കടച്ചിരിക്കാൻ നോക്ക്. അമ്മേ, നാളെ വേണമെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്ത് കൊടുക്ക്. പാചകം അവിടെ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ചെയ്താലേ ഒരു നേരം പോലും നീ ഭക്ഷണം കഴിക്കില്ല. കാരണം നിനക്ക് മര്യാദയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിയില്ല. എന്ന് വെച്ചാൽ അന്യന്റെ സഹായത്തോടെ ജീവിക്കുന്നത് നീയാണ്.